Welcome everyone. Now we are discussing 5 more questions of new literature in English, 6th semester BA English, Calicut University. So first question, explain the theme of identity in the prescribed text. അത് ടെക്സ്റ്റിലുള്ള ഐഡന്റിറ്റി എന്നൊരു തീമിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. ഈ ഒരു ടെക്സ്റ്റിലുള്ള ഐഡന്റിറ്റി എങ്ങനെയാണ് ലിറ്ററേച്ചറിൽ യൂസ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് അതിൻ്റെ തീമുകളൊക്കെയാണ് പറയാൻ. ഓക്കെ, ഐഡന്റിറ്റി ഈസ് എ മേജർ തീം ഇൻ ന്യൂ ലിറ്ററേച്ചർ. ആസ് യൂഷ്വൽ മേജർ തീമാണ് ന്യൂ ലിറ്ററേച്ചറിൻ്റെ ഐഡന്റിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഷോസ് ഹൗ പീപ്പിൾ അണ്ടർസ്റ്റാൻഡ് ദംസെൽഫ്. ഇത് കാണിക്കുന്നത് പീപ്പിൾ എങ്ങനെയാണ് അവർ സ്വയം എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എന്നാണ് ഈ ഐഡന്റിറ്റി വഴി കാണുന്നത്. റൈറ്റേഴ്സ് എക്സ്പ്ലോർ ഐഡന്റിറ്റി ത്രൂ കൾച്ചർ ആൻഡ് ഹിസ്റ്ററി. പക്ഷേ റൈറ്റർ ഒരു ഐഡന്റിറ്റി എന്ന് മനസ്സിലാക്കുന്നത് കൾച്ചറും ഹിസ്റ്ററിയും എല്ലാ ചരിത്രത്തിലൂടെയും സംസ്കാരത്തിലൂടെയൊക്കെ ഇറങ്ങി ചെന്നാണ് ഓരോ ഐഡന്റിറ്റിയെ പറ്റി റൈറ്റേഴ്സ് എഴുതുന്നത്. മെനി ക്യാരക്ടേഴ്സ് സ്ട്രഗിൾ വിത്ത് ദയർ ഐഡന്റിറ്റി. ആസ് യൂഷ്വൽ താഴ്ന്നു കിടക്കുന്ന ഐഡന്റിറ്റി ഉള്ളവരൊക്കെ എപ്പോഴും അതിനൊരു സ്ട്രഗിൾ, ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യുന്നുണ്ടാവും. ബിക്കോസ് അവർക്ക് തങ്ങളുടെ ഐഡന്റിറ്റി പുറത്തു പറയാൻ കഴിയാത്ത രീതിയിൽ ബുദ്ധിമുട്ട് വരാൻ ചാൻസ് ഉണ്ട്. അതാണ് മെനി ക്യാരക്ടേഴ്സ് സ്ട്രഗിൾ വിത്ത് ദയർ ഐഡന്റിറ്റി. റൈസ് ആൻഡ് ജെൻഡർ ആൾസോ ഇൻഫ്ലുവൻസ് ഐഡന്റിറ്റി. ഈ ഐഡന്റിറ്റിയെ റൈസും ജെൻഡറും എല്ലാം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നിറത്തിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ബ്ലാക്ക് റൈസിലൊക്കെ ബ്ലാക്ക് ഐഡന്റിറ്റി ആയിക്കാണ്ട് ഒരു ഭാഗത്തേക്ക് മാറ്റി ദയർ ഒപ്രസ്ഡ് ആയ ഒരു ഐഡന്റിറ്റി ആയി മാറുകയാണ് ഈ ബ്ലാക്ക് വംശം. അപ്പോൾ അതാ വേണ്ടത് റൈസും ജെൻഡറും. അതേപോലെ ജെൻഡർ വെച്ച് നോക്കുകയാണെങ്കിൽ സ്ത്രീകൾ എപ്പോഴും ഒപ്രസ്ഡ് ആണ്. അതാണ് ജെൻഡർ വെച്ച് നോക്കുമ്പോൾ പറയുന്നത്. ഡയസ്പോര റൈറ്റേഴ്സ് ഷോ ഐഡന്റിറ്റി ക്രൈസിസ്. ഡയസ്പോര എന്ന പ്രവാസികളിലൊക്കെ ഈ ഐഡന്റിറ്റി ക്രൈസിസ് കാണാൻ കഴിയും. കാരണം പ്രവാസികളായിരിക്കും വേറെ രാജ്യത്ത് പോയിക്കാണ്ട് തങ്ങളുടെ ഐഡന്റിറ്റി പറയാനുള്ളൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ തങ്ങളുടെ ഐഡന്റിറ്റി പറയുമ്പോൾ മറ്റുള്ളവർ തന്നെ നിങ്ങളെ കുറച്ച് കാണിക്കുമല്ലോ എന്നുള്ളവർക്കൊക്കെ ഈ ഐഡന്റിറ്റി ഒരു ബുദ്ധിമുട്ടാണ്. സോ ദേ ഫേസസ് ഐഡന്റിറ്റി ക്രൈസിസ്. കൊളോണിയൽ ഹിസ്റ്ററി അഫക്ട്സ് ഐഡന്റിറ്റി ഫോർമേഷൻ. കോളനി ആക്കി ഭരിച്ച ആ സമയത്തുള്ള ഹിസ്റ്ററി ഒക്കെ ഓരോ ഐഡന്റിറ്റി ഫോർമേഷനും ഒരു ഇന്ന കൂട്ടുകൾക്ക് ഇത്ര ഈ ഗ്രൂപ്പ് ആളുകൾക്ക് ഈ ഐഡന്റിറ്റി ആണ് എന്നൊക്കെ ഫോർം ചെയ്ത് വരുന്നതിനൊക്കെ ഈ കൊളോണിയൽ ഹിസ്റ്ററി അഫക്ട് ചെയ്തിട്ടുണ്ട്. ക്യാരക്ടർ ട്രൈ ടു ഫൈൻഡ് ദയർ റൂട്ട്സ്. ഐഡന്റിറ്റി ഈസ് ഓഫൺ കോംപ്ലക്സ് ആൻഡ് ചേഞ്ചിങ്. അതായത് ക്യാരക്ടർ തൻ്റെ ആഴങ്ങൾ തേടി, എൻ്റെ റൂട്ട് തേടി പോവുകയാണ് തങ്ങളുടെ ഐഡന്റിറ്റി കണ്ടെത്താൻ വേണ്ടിയാണ്. പിന്നെ അതുപോലെ തന്നെ ഐഡന്റിറ്റി ഈസ് ഓഫൺ കോംപ്ലക്സ് ആൻഡ് ചേഞ്ചിങ്. പലപ്പോഴും ഐഡന്റിറ്റി എന്ന സാധനം അവർക്ക് കോംപ്ലക്സ് ആയി മാറുകയാണ്. and അതുപോലെ തന്നെ ഇത് ചേഞ്ചിങ് ആകുന്നുണ്ട്. ദിസ് ലിറ്ററേച്ചർ ഹൈലൈറ്റ്സ് ദ ഇമ്പോർട്ടൻസ് ഓഫ് സെൽഫ് ഐഡന്റിറ്റി. സോ അതുകൊണ്ട് തന്നെ ലിറ്ററേച്ചർ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് ഇമ്പോർട്ടൻസ് ഓഫ് സെൽഫ് ഐഡന്റിറ്റി കണ്ടെത്താനുള്ള, എങ്ങനെയാണ് കണ്ടെത്തുക, ഓരോരുത്തരുടെയും ഐഡന്റിറ്റിയെ പറ്റി നല്ലൊരു മേജർ തീം തന്നെയാണ് ലിറ്ററേച്ചറിൽ ഈ ഐഡന്റിറ്റി എന്ന് പറയുന്നത്. ഡിസ്കസ് പോസ്റ്റ് കൊളോണിയൽ എലമെന്റ്സ് ഇൻ ന്യൂ ലിറ്ററേച്ചർ. ഇതാണ് 17th ക്വസ്റ്റ്യൻ. പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചർ ഡീൽസ് വിത്ത് കൊളോണിയൽ ഇമ്പാക്റ്റ്. അതായത് കോളനിവൽക്കരിച്ചതിന് ശേഷമുള്ള റൈറ്റുകളൊക്കെയാണ് പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കൊളോണിയൽ ഇമ്പാക്റ്റ് എന്ന് വെച്ചാൽ ആ കോളനി ആക്കപ്പെടില്ല, പാശ്ചാത്യ ഇപ്പോൾ ബ്രിട്ടീഷുകാർ വന്നിട്ട് കോളനി ആക്കിയാലോ, അതിൻ്റെ ഒരു ഇമ്പാക്റ്റും ആ സമയത്ത് അവർ അനുഭവപ്പെട്ട സ്ട്രഗിൾസ്, അല്ലെങ്കിൽ അതുപോലെ അവർക്കെതിരെ ബ്രിട്ടീഷുകാർക്ക് എഴുതി അവർ ചെറുത്തുനിൽപ്പിന് വേണ്ടി കണ്ടും അവർക്ക് ഫ്രീഡം വേണ്ടി കണ്ടൊക്കെ എഴുതിയ വർക്കുകളൊക്കെയാണ് ആ സമയത്ത് അങ്ങനെയുള്ള വർക്കുകളാണ് ഉണ്ടാവുക. ആ വർക്കുകളൊക്കെയാണ് പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലിറ്ററേച്ചറിൽ ഡീൽ ചെയ്യുന്നത് ഈ കൊളോണിയൽ ഇമ്പാക്റ്റാണ് ഡീൽ ചെയ്യുന്നത്. ഈ കോളനി വന്നത് കൊണ്ടുള്ള അവരുടെ ബുദ്ധിമുട്ടുകളും ചെറുത്തുനിൽപ്പൊക്കെയാണ് ഇതിൽ എഴുതിയത്. ഇറ്റ് ഷോസ് സ്ട്രഗിൾസ് ഓഫ് കോളനൈസ്ഡ് പീപ്പിൾ. ഈ പീപ്പിൾസിന്റെ സ്ട്രഗിൾസ് കാണിക്കുന്നു. റൈറ്റേഴ്സ് സ്പീക്ക് അഗെയിൻസ്റ്റ് ഓപ്പറേഷൻ. അതുപോലെ റൈറ്റേഴ്സ് പറയുന്നതാണ് അടിച്ചമർത്തുകൾക്കെതിരെ അവർ പറയുന്നു. ഇറ്റ് ഹൈലൈറ്റ്സ് കൾച്ചറൽ കോൺഫ്ലിക്റ്റ്. അവരുടെ കൾച്ചർ നഷ്ടപ്പെടുകയാണ്. അപ്പോൾ അത് മൂലമുള്ള സംഘർഷങ്ങളൊക്കെ ഹൈലൈറ്റ് ചെയ്യുന്നു. ലാംഗ്വേജ് പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ. ഇതിൽ ലാംഗ്വേജ് ഒരു ഇമ്പോർട്ടൻറ്റ് റോളാണ്. റൈറ്റേഴ്സ് യൂസ് നാറ്റീവ് എലമെന്റ്സ്. അവരുടെ ഭാഷകളാണ്, അവരുടെ സ്വന്തം ഭാഷയിൽ തന്നെയാണ് റൈറ്റേഴ്സ് എഴുതിയത്. ഇറ്റ് ഷോസ് ലോസ് ഓഫ് ഐഡന്റിറ്റി. അതുപോലെ അവരുടെ സ്വന്തമായ ഐഡന്റിറ്റി അവർക്ക് നഷ്ടപ്പെടുന്നു. റെസിസ്റ്റൻസ് ഈസ് എ കീ തീം. ചെറുത്തുനിൽപ്പ് ഇതിലൊരു കീ തീമാണ്. ഇറ്റ് ആൾസോ ക്വസ്റ്റ്യൻസ് വെസ്റ്റേൺ ഡൊമിനൻസ്. പാശ്ചാത്യരുടെ അധികാരത്തെ അവർ ക്വസ്റ്റ്യൻ ചെയ്യുന്നു. ദിസ് പോസ്റ്റ് കൊളോണിയലിസം ഈസ് സെൻട്രൽ ടു ന്യൂ ലിറ്ററേച്ചർ. ഇതൊക്കെയാണ് ആ പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചറിൽ ഡീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പോസ്റ്റ് കൊളോണിയലിസം ലിറ്ററേച്ചറിൽ ഒരു സെൻറ്ററാണ്. കാരണം അതൊരു മനുഷ്യരാശിക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു സാധനമാണ് ഈ കോളനൈസേഷനും അവരുടെ തമ്മിലെ ഒപ്രസറും ഓരോ വെസ്റ്റേൺ ഡൊമിനൻസും ഒക്കെ. അപ്പോൾ സോ ഇതൊരു സെൻട്രൽ ലിറ്ററേച്ചറിൽ തന്നെ ഈ പോസ്റ്റ് കൊളോണിയലിസം വർക്കൊക്കെ ഒരു സെൻട്രൽ വർക്കാണ്. ഈ പോസ്റ്റ് കൊളോണിയലിസം സമയത്ത് ഇറങ്ങിയതൊക്കെ ലിറ്ററേച്ചറിൽ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു റോളുണ്ട്. 18th ക്വസ്റ്റ്യൻ, അനലൈസ് കൾച്ചറൽ കോൺഫ്ലിക്റ്റ് ഇൻ ദ ടെക്സ്റ്റ്. അതായത് ന്യൂ ലിറ്റററി ടെക്സ്റ്റിലൊക്കെ കൾച്ചറൽ കോൺഫ്ലിക്റ്റ്, കൾച്ചറിനെ സംബന്ധിച്ചുള്ള സംഘർഷങ്ങളൊക്കെ എങ്ങനെയാണ് ടെക്സ്റ്റിൽ വന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. കൾച്ചറൽ കോൺഫ്ലിക്റ്റ് ഈസ് കോമൺ ഇൻ ന്യൂ ലിറ്ററേച്ചറിലൊക്കെ കൾച്ചറൽ കോൺഫ്ലിക്റ്റ് കോമൺ ആണ്. ഇറ്റ് ഒക്കേഴ്സ് ബിറ്റ്വീൻ ട്രഡീഷൻ ആൻഡ് മോഡേണിറ്റി. ഈ കൾച്ചറൽ കോൺഫ്ലിക്റ്റ് നടക്കുന്നത് ആര് തമ്മിലാണ്? ഈ ട്രഡീഷനും മോഡേണിറ്റും, പാരമ്പര്യവും അതുപോലെ നവീനതയും തമ്മിൽ, പുതിയ ആൾക്കാരുടെയും പഴയ സമൂഹത്തിൻ്റെ കൾച്ചറും തമ്മിലൊക്കെയാണ്. ഇന്നത്തെയും വാല്യൂകൾ താരതമ്യം ചെയ്തുകൊണ്ടാണ് ഈ കൾച്ചറൽ കോൺഫ്ലിക്റ്റ് നടക്കുന്നത്. ക്യാരക്ടേഴ്സ് ഫൈസ് കൺഫ്യൂഷൻ ഇൻ വാല്യൂസ്. ഇതിലെ ഓരോ ക്യാരക്ടേഴ്സും രണ്ട് കൾച്ചറിൻ്റെ വാല്യൂസ് നോക്കുമ്പോഴും, അത് പഴയ കാലത്തെ വാല്യൂസ് നോക്കുമ്പോഴും ഇപ്പോഴത്തെ വാല്യൂസ് നോക്കുമ്പോൾ രണ്ടിനും അവർക്ക് പ്രാധാന്യം നൽകുന്നുണ്ട്. അപ്പോൾ ഈ ക്യാരക്ടേഴ്സ് കൺഫ്യൂഷൻ ആവുകയാണ്. കാരണം അവർക്ക് പുതിയ ചേഞ്ച് വരണോ, അതായത് കൾച്ചറിൽ മാറ്റം വരണോ, അതോ പണ്ടേ ഫോളോ ചെയ്തത് ബ്ലൈൻഡ്ലി ഫോളോ ചെയ്യണോ എന്ന് അവർ കൺഫ്യൂഷനിലാവുകയാണ്. വെസ്റ്റേൺ ആൻഡ് നാറ്റീവ് കൾച്ചേഴ്സ് ക്ലാഷ്.
ദിസ് ക്രിയേറ്റ് ടെൻഷൻ ഇൻ സൊസൈറ്റി. ഇത് തന്നെ അവർക്കൊരു ടെൻഷൻ ഉണ്ടാക്കുകയാണ്. കാരണം പറഞ്ഞല്ലോ നമ്മുടെ റൂട്ട് അല്ലെങ്കിൽ നമ്മുടെ പാരമ്പര്യ ആൾക്കാരൊക്കെ ഫോളോ ചെയ്തിരുന്ന അതേ കൾച്ചർ നമ്മൾ ബ്ലൈൻഡ്ലി ഫോളോ ചെയ്യണോ, അതോ എന്തെങ്കിലും ചേഞ്ച് വരുത്തി അത് ആക്സെപ്റ്റ് ചെയ്യണോ, അതായത് മോഡേൺ ആയിട്ടുള്ള കൾച്ചർ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണോ എന്നൊക്കെ എല്ലാ ഇൻഡിവിജ്വൽസിന്, ഈ ഓരോ ലിറ്റററി ടെക്സ്റ്റിലെ ഇൻഡിവിജ്വൽസിന് അല്ലെങ്കിൽ ക്യാരക്ടേഴ്സിന് സംശയമാണ്. ഇറ്റ് ലീഡ്സ് ടു ഐഡന്റിറ്റി ക്രൈസിസ്. അപ്പോൾ അവരിങ്ങനെ കൾച്ചർ മാറുമ്പോൾ തന്നെ അവരുടെ ഐഡന്റിറ്റിയോട് മാറും. അപ്പോൾ അതിനുകൂടി അവർക്ക് ബുദ്ധിമുട്ട് വരികയാണ്. സം ആക്സെപ്റ്റ് ചേഞ്ച്, അതേഴ്സ് റെസിസ്റ്റ്. അത് ചില ക്യാരക്ടേഴ്സൊക്കെ ഈ ചേഞ്ച് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ ചിലർ അതിനൊക്കെ എതിർക്കുകയാണ്. ഇറ്റ് റിഫ്ലെക്ട്സ് റിയൽ ലൈഫ് സിറ്റുവേഷൻസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് റിയൽ ലൈഫിലും ഇത് കാരണം കുറേ ബുദ്ധിമുട്ടുണ്ടാകാണ്. ദിസ് കൾച്ചറൽ കോൺഫ്ലിക്ട് ഷേപ്സ് ദ നെറേറ്റീവ്. സോ ഈ കൾച്ചറൽ കോൺഫ്ലിക്റ്റ് ഒരു ഇമ്പോർട്ടൻ്റ് ആയ തീമാണ് ഇവിടെ. ന്യൂ ലിറ്റററി ടെക്സ്റ്റിലൊക്കെ ഈ കൾച്ചറൽ കോൺഫ്ലിക്റ്റ് ഒരു ഇമ്പോർട്ടൻ്റ് ആയ തീമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് അബൌട്ട് റെസിസ്റ്റൻറ്റ് ഇൻ ന്യൂ ലിറ്ററേച്ചർ. ന്യൂ ലിറ്ററേച്ചറിൽ റെസിസ്റ്റൻസ്, എതിർപ്പ്, ചെറുത്തുനിൽപ്പിനെ പറ്റി എങ്ങനെയൊക്കെയാണ് ഒരു ടെക്സ്റ്റിലും പറഞ്ഞത് എന്ന ക്വസ്റ്റ്യൻ. റെസിസ്റ്റൻസ് ഈസ് എ കീ തീം ഇൻ ന്യൂ ലിറ്ററേച്ചർ. ന്യൂ ലിറ്ററേച്ചറിലെ പ്രധാനപ്പെട്ട ഒരു കീ തീമാണ് റെസിസ്റ്റൻസ്. ഇറ്റ് മീൻസ് ഓപ്പോസിങ് ഇൻജസ്റ്റിസ് ആൻഡ് ഒപ്രഷൻ. അതായത് ഇൻജസ്റ്റിസ്, അനീതിക്കെതിരെയും അടിച്ചമർത്തലിനൊക്കെ എതിരെയാണ് ഈ റെസിസ്റ്റൻസ് ഉപയോഗിക്കുന്നത്. റൈറ്റേഴ്സ് ഷോ സ്ട്രഗിൾ അഗേൻസ്റ്റ് പവർ. അത് റൈറ്റേഴ്സ് ഓരോ ക്യാരക്ടറിലൂടെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അടിച്ചമർത്തപ്പെട്ടാൽ ബുദ്ധിമുട്ട് സ്ട്രഗിൾ അനുഭവിക്കുന്നവർ പവറിനെതിരെയൊക്കെ റെസിസ്റ്റ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ വുമൺ റെസിസ്റ്റ് പാട്രിയാർക്കി. സ്ത്രീകൾ പാട്രിയാർക്കി എന്താണ് പുരുഷാധിപത്യത്തെ എതിർക്കുന്നു. കോളനൈസ്ഡ് പീപ്പിൾ റെസിസ്റ്റ് ഡൊമിനേഷൻ. കോളനൈസ്ഡ് ആയവർ അധികാരത്തെ, ഡൊമിനേഷൻ ആയ പവറുള്ളവരെ എതിർക്കുന്നു. ഇത് ഗിവ്സ് വോയിസ് ടു ദ വീക്ക്. അതുപോലെ തന്നെ വീക്കായവർക്ക് ഇത് വോയിസ് നൽകുന്നു. ക്യാരക്ടേഴ്സ് ഫൈറ്റ് ഫോർ റൈറ്റ്സ്. ഇതിൽ ഓരോ ക്യാരക്ടറും അവകാശങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നു. ഇറ്റ് ഇൻസ്പയർസ് ചേഞ്ച് ഇൻ സൊസൈറ്റി. അതുപോലെ ഇത് സൊസൈറ്റിയിൽ ചേഞ്ച് വരുത്താൻ ഇൻസ്പയർ ആവുന്നു. റെസിസ്റ്റൻസ് ബ്രിങ് അവയർനെസ്, ദസ് ഇറ്റ് ആൻ ഇമ്പോർട്ടൻറ്റ് തീം. ഇത് ഈ റെസിസ്റ്റൻസ്, ഈ ചെറുത്തുനിൽപ്പവർക്ക് ഒരു ബോധവൽക്കരണം വരികയാണ്. കാരണം ഈ നമുക്കും ഫ്രീഡം നേടാം, നമുക്കും ഇൻജസ്റ്റിസ് മാറി എല്ലാവർക്കും ജസ്റ്റിസ് നൽകാം എന്നൊരു അവയർനെസ് വരികയാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ഇമ്പോർട്ടൻറ്റ് തീമാണ് ലിറ്റററി ടെക്സ്റ്റിൽ. എക്സ്പ്ലെയിൻ തീം ഓഫ് ഡയസ്പോര ഇൻ ലിറ്ററേച്ചർ. ഈ ഡയസ്പോര എന്നാൽ പ്രവാസി അല്ലെങ്കിൽ നാട് കടത്തപ്പെടുക അല്ലെങ്കിൽ അതൊക്കെയുണ്ട് മീനിങ്. ഓക്കെ, ഡയസ്പോര മീൻസ് ലിവിങ് അവേ ഫ്രം ഹോംലാൻഡ്. ഹോംലാൻഡിൽ നിന്ന് ജീവിക്കുന്നവരാണ് ഡയസ്പോര. റൈറ്റേഴ്സ് എക്സ്പ്രസ് ഫീലിംഗ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ്. ഇതിൽ റൈറ്റേഴ്സ് ക്യാരക്ടറിലൂടെ അവരുടെ ഫീലിംഗ് പറയാണ്. ഡിസ്പ്ലേസ്മെന്റ് ആയ അല്ലെങ്കിൽ ഹോംലാൻഡ് നഷ്ടപ്പെട്ടവരുടെയായ ഫീലിംഗ്സ് പറയാണ്. ദേ മിസ് ദയർ നാറ്റീവ് ലാൻഡ്. അവർക്ക് അവരുടെ സ്വദേശ ലാൻഡ് നഷ്ടപ്പെട്ടു. ദേ ആർ ഇസ് എ സെൻസ് ഓഫ് അലിനേഷൻ. പറഞ്ഞാൽ അന്യവൽക്കരിക്കപ്പെടുക, അങ്ങനെ ഒരു ഫീലുകൾ വരികയാണ്. കൾച്ചറൽ ഐഡന്റിറ്റി ബിക്കംസ് കോംപ്ലക്സ്. പിന്നെ അവരുടെ കൾച്ചറൽ ഐഡന്റിറ്റി കോംപ്ലക്സ് ആയി മാറണം, ബുദ്ധിമുട്ടാകണം. കാരണം ദേ വിൽ ലിവ് ബിറ്റ്വീൻ ടു കൾച്ചേഴ്സ്. രണ്ട് കൾച്ചറിൻ്റെ ഇടയിലാണ് അവർ ജീവിക്കുന്നത്. അവർ ഹോംലാൻഡിലെ ഒരു കൾച്ചറും അവർ വന്നുപെട്ട രാജ്യത്ത് വേറൊരു കൾച്ചറൊക്കെ. അപ്പോൾ ആ രണ്ട് കൾച്ചറിൻ്റെ ഇടയിൽ അവർക്ക് ഏത് കൾച്ചർ ഫോളോ ചെയ്യണം എന്നുള്ള ഒരു ഇതിലൂടെ അവർക്ക് അവരുടെ സ്വന്തം കൾച്ചർ നഷ്ടപ്പെടുകയാണ്. മെമ്മറി പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ. പിന്നെ അവർ ജീവിക്കുന്നവരുടെ പാസ്റ്റ് മെമ്മറീസ് ഒക്കെയാണ്. അവരുടെ സ്വന്തം ഹോംലാൻഡിലുണ്ടായ മെമ്മറീസിൻ്റെ ഇതിലാണ് അവർ ജീവിക്കുന്നത്. ദേ ട്രൈ ടു അഡ്ജസ്റ്റ് ഇൻ ന്യൂ പ്ലേസ്. ഓക്കെ, ഇറ്റ് ഷോസ് ഇമോഷണൽ സ്ട്രഗിൾ. ഡയസ്പോറ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് തീം. അവർക്കിതൊരു ഇമോഷണൽ സ്ട്രഗിൾ വരികയാണ്. സോ ഡയസ്പോറ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് തീം ഇൻ ന്യൂ ലിറ്റററി ടെക്സ്റ്റ്. ഈ ലിറ്റററി ടെക്സ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ സമയത്ത് ഇറങ്ങിയ എല്ലാ വർക്കുകളും, ഫിലിം ആയിക്കോട്ടെ, ഫിലിം, നോവൽ, എസ്സേ, പോയം, എല്ലാതും ആ സമയത്ത് ഇറങ്ങിയ എല്ലാ ടെക്സ്റ്റുകളെയാണ് ലിറ്റററി ടെക്സ്റ്റ് എന്ന് പറയുന്നത്.